ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 4-ാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറുന്നത് ജിൻഡോയുടെ ഏകാംഗ പ്രകടനമാണ്. അഥവാ ജിൻഡോയെ ബാക്കിയുള്ളവരെല്ലാവരും ഒരുമിച്ച് ഒറ്റപ്പെടുത്തുകയും അവർക്കെതിരെ മറ്റെല്ലാ കുടുംബാംഗങ്ങൾക്കുമെതിരെ ജിൻഡോ സർവൈവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ബിഗ് ബോസ് വീട്ടിൽ നടമാടുന്നത്. ജിൻഡോ ചെയ്യുന്ന കാര്യങ്ങളും ജിൻഡോ പറയുന്ന കാര്യങ്ങളെയും പൂർണ്ണമായൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ജിൻഡോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗെയിമിന് മറ്റൊരു മറുവശമുണ്ട്. ഈ ദിവസങ്ങളിൽ തനിക്ക് നേരെ നടക്കുന്ന ഒറ്റപ്പെടുത്തലുകൾക്കും കുറ്റാരോപണങ്ങൾക്കുമെല്ലാം അതിജീവനം എന്ന ഒരു ആശയം മുൻനിർത്തി ജിൻഡോ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ചും ഇതിന് മറുപടി എന്ന നിലയിൽ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും വീട്ടിലുള്ളവരെ വല്ലാതെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇത് ആത്യന്തികമായി അവസാനിക്കുക ബിഗ് ബോസ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികളുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നതിലാണ്. ആ വീട്ടിലെ 1-2 മത്സരാർത്ഥികൾ പിൻവലിഞ്ഞു നിൽക്കുന്നവരൊഴികെ ബാക്കി എല്ലാവരുടെയും മറ്റൊരു മുഖം, അല്ലെങ്കിൽ പ്രേക്ഷകർ ഇതുവരെ കാണാത്ത മുഖം പുറത്ത് കണ്ടു എന്നതാണ് ഈ ആഴ്ചയുടെ പ്രത്യേകത. ഈ സ്ട്രാറ്റജിയുമായി ജിൻഡോ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ആഴ്ച അവസാനത്തോടെ പല മത്സരാർത്ഥികളെയും വളരെ നൈസായി ജിൻഡോ പൊളിച്ചെടുക്കും. എന്നാൽ തങ്ങൾ പൊളിച്ചെടുക്കപ്പെട്ടു അല്ലെങ്കിൽ തങ്ങളുടെ മുഖം പുറത്ത് പ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കുകയുമില്ല. ഇതാണ് ഇപ്പോൾ ജിൻഡോ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ട്രാറ്റജിയുടെ കുഴപ്പം. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ടത് പവർ ടീമിലേക്ക് പുതിയ അംഗമായി വന്ന അർജുനാണ്. അർജുൻ രശ്മിനുമായി ചേർന്ന് ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്നു എന്ന സാഹചര്യം വന്നതോടെ അർജുൻ്റെ നിലപാടുകൾ, അർജുൻ കാണിക്കുന്ന കാര്യങ്ങൾ, അർജുൻ്റെ ബാലിശ്യമായ ഒരു മുഖം, അതുപോലെ വ്യക്തമായ നിലപാടുകൾ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ പലതും ശ്രദ്ധിക്കപ്പെട്ടു. ഒരു പക്ഷേ ഇതിനു മുൻപ് വരെ വളരെ അളന്നു കുറിച്ച് കുറുക്കിക്കൊള്ളുന്ന സംസാരങ്ങൾ പറഞ്ഞിരുന്ന, കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിരുന്ന അർജുൻ ഈ ആഴ്ച ഈ ഓളത്തിൽപ്പെട്ട് ശരിക്കും അർജുൻ്റെ ഇമേജ് പോകുക തന്നെയാണ്. ഒരുപക്ഷെ പ്രേക്ഷകർക്കിടയിലും അർജുൻ്റെ ഫാൻസ് കുറയുന്നുണ്ട് എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇതേ സാഹചര്യം വീട്ടിലെ ഏതാണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കുമുണ്ട്. ക്യാപ്റ്റനായ ജാൻമണി പോലും ചില സമയങ്ങളിൽ ഈ പ്രശ്നങ്ങളിൽപ്പെട്ട് യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. ഇതിൽ ഏതാണ്ടൊക്കെ വിജയിച്ച് നിൽക്കുന്നത് അൻസിബയാണ്. അൻസിബ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിൻവലിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പരിധിവരെ മുടിയൻ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിലും 1-2 വാക്ക് പറഞ്ഞ് ആ സീനിൽ നിന്ന് പിൻവാങ്ങുന്നത് കാണാം. ഏതാണ്ട് ബാക്കി എല്ലാവരും ഇതിൽ പല ഭാഗങ്ങൾ പിടിച്ച് അവരുടെ യഥാർത്ഥ രൂപവും യഥാർത്ഥ സംസാരവും യഥാർത്ഥ മനസ്സിലിരിപ്പും ഒക്കെ പുറത്തു വന്നു. പറയുമ്പോൾ ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്ന ഒരു വീക്കാണെങ്കിലും ജിൻഡോയുടെ സർവൈവലിലാണെങ്കിലും ഇതൊന്നുമല്ല, എല്ലാവരെയും പൊളിച്ചെടുക്കുന്ന, എല്ലാവരെയും പ്രേക്ഷകർക്ക് മുൻപിൽ തുറന്ന് കാട്ടിക്കൊടുക്കുന്ന ഒരു ഗെയിമാണ് ജിൻഡോ ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും കൂടുതൽ ട്രിഗർ ചെയ്യുകയും ചെയ്താൽ ജിൻഡോയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ആ വീട്ടിൽ ചെയ്യാൻ കൂടുതൽ അവസരം കൊടുക്കുക തന്നെയായിരിക്കും മത്സരാർത്ഥികൾ ചെയ്യുക. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കമൻ്റായി രേഖപ്പെടുത്താം.